പുതുവത്സരത്തിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കേട്ട് കണ്ട ഒരു മന്ത്രിസഭാ തീരുമാനമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ. അതിന്റെ വിശദാംശങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ന് വയനാട് കളക്ടറേറ്റിൽ ഉന്നത യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുന്നത്. എല്ലാ കുടുംബങ്ങൾക്കും ചുരുങ്ങിയത് 10 സെന്റ് ഭൂമി ഉറപ്പാക്കണമെന്നൊരു ആവശ്യം അത് ഇപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ആ ആവശ്യം പരിഗണിക്കാമെന്ന് മന്ത്രി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതി മന്ത്രിസഭ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ അടുത്ത ദിവസം തന്നെ വയനാട് കലക്ടറേറ്റിൽ ഉന്നതതല യോഗം നടക്കുകയാണ്. മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. ഊരാളിങ്കൽ സൊസൈറ്റിയുടെയും അതുപോലെ മേൽനോട്ടം വഹിക്കുന്ന കിഫ്കോണിൻ്റെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ഓഫീസറും ജില്ലാ കലക്ടറും ADM-ഉം മറ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദവും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്നലെ കുഴിക്കൂർ സർവേ തുടങ്ങിയിരുന്നു. അതായത് ഈ ഭൂമിയിലെ കാർഷിക വിളകളുടെയും മരങ്ങളുടെയും മറ്റും വില കണക്കാക്കുന്നതിനുള്ള സർവേ ഇന്നലെ തുടങ്ങിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് യോഗത്തിൽ ചർച്ച ചെയ്യും. യോഗത്തിന് തൊട്ടു മുൻപ് തന്നെ ഈ മുണ്ടക്കൈ ചൂരൽമല ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികൾ മന്ത്രിയെ കണ്ടിരുന്നു. വിധി വന്ന 4 ദിവസം കൊണ്ട് തന്നെ ആ പാക്കേജ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഫ്രെയിം വർക്കായിട്ടുണ്ട്. ഇനി ആ ഫ്രെയിം വർക്കിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകേണ്ടതും കാണേണ്ടതും മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് തുടർന്നുള്ള പ്രശ്നം. മന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും മടങ്ങിയത്. 10 സെന്റിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റുന്നതാണ് മന്ത്രി വാക്കാലൊരു ഉറപ്പ് തന്നിട്ടുള്ളത്. ഞങ്ങൾ ആ പ്രതീക്ഷയിലാണുള്ളത്. പുനരധിവാസ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ദുരന്തബാധിതരെല്ലാവരും ഉള്ളത്. നെടുമ്പാലയിൽ 10 സെന്റും കൽപ്പറ്റയിൽ 5 സെന്റ് എന്ന് പറയുമ്പോൾ 10 സെന്റിൽ കുറയാത്ത സ്ഥലങ്ങൾ ഭൂരിഭാഗം ആളുകളിലും ഉണ്ട്. അവരൊക്കെ ഈ 5 സെന്റിലേക്ക് ചുരുങ്ങുക എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക വിഷമം എല്ലാവർക്കും ഉണ്ട്. കരടിരേഖ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ പേരില്ല രണ്ട് ലിസ്റ്റ് വന്നാലും. അപ്പോൾ ഇനിയുള്ളതിലെങ്കിലും ഒരു എന്താ കാരണം പറഞ്ഞ അത് എന്താ കാരണം അവർ പറയണ ഫസ്റ്റ് മൊത്തം വീട് പൂർണ്ണമായി പോയവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് അതിലേക്ക് വരുന്നതാണ് അവർ പറയണത്. എല്ലാം കൊണ്ടും നമുക്കൊരു വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. അപ്പോൾ ഈ വന്ന ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു? വന്ന ലിസ്റ്റിലും പേരില്ല. ഇപ്പം അതൊരു ആശങ്ക വല്ലാതുണ്ട്. ഇറക്കി വിടുന്നതിന് മുന്നേ ഒരു വീട് കിട്ടിയാൽ അത്രയും സന്തോഷം. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.